പ്രതിഫലം. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. 19-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ദൈവവചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. പ്രബോധനമുണ്ട്, പ്രതിഫലവുമുണ്ട്. വിലയുണ്ട്, രുചിയുണ്ട്. പ്രബോധനമുണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത്. അധികം ജോലി ചെയ്യുന്നവർക്ക് അധികം പ്രതിഫലം കിട്ടും. ഇവിടെ ഇതാ ഒരു അത്ഭുത വാർത്ത. ദൈവവചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലേ. ദൈവവചനം പ്രമാണിച്ചതിൻ്റെ പ്രതിഫലം കിട്ടിയവർ കൈപൊക്കാൻ പറഞ്ഞാൽ ഒത്തിരി പേര് കൈപൊക്കും. പക്ഷേ പവർ വിഷനിലൂടെ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലാത്തത് കൊണ്ട് നിങ്ങൾ കൈപൊക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം കാണുന്നു. വചനം കൊണ്ടു നടക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ട്. വായിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ട്. കൊണ്ട് നടന്നാലല്ലേ വായിക്കാൻ പറ്റൂ. വായിച്ച് കേൾപ്പിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ട്. കേൾക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ട്. പ്രസംഗിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ട്. ഇതൊരു 10 കോപ്പി മേടിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നവർക്ക് പ്രതിഫലമുണ്ടോ? ഉണ്ടേ, ഉണ്ട്. അപ്പോൾ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് പ്രതിഫലം പറ്റുന്ന ഒത്തിരി പേരുണ്ട്. ചിലരുണ്ട് ഇതിൻ്റെ ബൈൻഡിങ് കട നടത്തുന്നു. കൊള്ള ലാഭം എടുക്കുന്നവരുണ്ടെങ്കിൽ ദൈവം ചോദിക്കട്ടെ. അതൊരു ഭക്തിയോടെ ചെയ്യുന്ന ധാരാളം പിതാക്കന്മാരെ എനിക്കറിയാം. ഭക്തിയോടെ അവരത് ചെയ്യുന്നത്. ഇത് വചനമായതുകൊണ്ട് സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു അതിനും പ്രതിഫലമുണ്ട്. അതിന് നിങ്ങളുടെ തൊഴിലിൻ്റെ കൂലി മേടിച്ചോളൂ. കടയുടെ വാടകയും കറണ്ട് ബില്ലും പശയുടെ വിലയും ഒക്കെ മേടിച്ചോളൂ. അതിനകത്തൊരു റെസ്പെക്റ്റോടുകൂടെ ചെയ്യുമ്പോൾ അതിനും പ്രതിഫലമുണ്ട്. ആരോ പ്രസംഗിക്കുന്ന കേട്ടു, ഈ പുസ്തകം ചുമന്നവൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. ആ ചുമട്ടുകാരനെന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. എന്നാൽ ബൈബിൾ മേടിച്ച് 100 രൂപയ്ക്ക് കൊടുക്കുന്ന ബൈബിൾ മേടിച്ചിട്ട് അതിൻ്റെ പുറന്തടി അങ്ങ് കളഞ്ഞിട്ട് വേറൊരു പുറന്തടി ഇട്ട് 100 രൂപയുടെ ബൈബിള് 1000 രൂപയ്ക്ക് വിൽക്കുന്നതിന് പ്രതിഫലമല്ല, ലാഭമാണ്. പക്ഷെ ആ ലാഭം ചിലപ്പോൾ ആശുപത്രിയിലോ വല്ലോ പോകാൻ സാധ്യതയുണ്ടെന്നും കൂടെ ഓർപ്പിക്കുന്നു. പ്രതിഫലമുണ്ട്. ഒരു പുസ്തകം സൂക്ഷിച്ച് മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഇത് കേടായി പോകാതെ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെതായ ബഹുമാനത്തോടെ അത് ചെയ്യുന്നവർക്കെല്ലാം പ്രതിഫലമുണ്ട്. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരംഭകാലങ്ങളിൽ സഹായിച്ചവരുടെ മക്കളെ ദൈവം പ്രതിഫലം കൊടുത്തു മാനിച്ചു. എന്നാൽ ഈ വായിച്ചത് അതൊന്നും അല്ല. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. പ്രിൻ്റ് ചെയ്യുന്നവർക്ക് ചെറിയ പ്രതിഫലം, കൊണ്ട് നടന്ന് കൊടുക്കുന്നവർക്ക് ചെറിയ പ്രതിഫലം, വായിക്കുന്നവർക്ക് പ്രതിഫലം, വായിച്ച് കേൾപ്പിക്കുന്നവർക്ക് പ്രതിഫലം, പ്രസംഗിക്കുന്നവർക്ക് പ്രതിഫലം ഒക്കെ ചെറിയ ചെറിയ പ്രതിഫലമാണ്. ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്നത് പ്രമാണിക്കുന്നവർക്ക്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ വചനം പറയുന്ന പവർ വിഷനിലെ ദൈവദാസന്മാരായ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും പ്രമാണിക്കുന്ന നിങ്ങൾക്ക്. ഒരു ഹല്ലേലൂയ ചേർന്ന് പറയണം. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു ഒരു സന്തോഷ വാർത്ത. പവർ വിഷനിൽ 5 പേരുടെ അധ്വാനമാണ് ഈ ഒരു 5 മിനിറ്റ് മെസ്സേജ് നിങ്ങളുടെ കയ്യിലെത്താൻ.
റെക്കോർഡിങ്, പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം കൂടെ കൂട്ടി പറഞ്ഞാൽ ഇവർക്കെല്ലാം പ്രതിഫലമുണ്ട്, ചെറിയ ചെറിയ പ്രതിഫലമുണ്ട്. ആർക്കാണ് മഹാപ്രതിഫലം? ആർക്കാണ് ലോട്ടറി? ആർക്കാണ് ലാഭം? അതെ, ലാഭം ആർക്കാണെന്നറിയാമോ? വചനം പ്രമാണിക്കുന്നവന് വളരെ പ്രതിഫലമുണ്ട്. വെളിപ്പാട് പുസ്തകം 1-3 എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ആകയാൽ വചനം അനുസരിക്കാം, പ്രമാണിക്കാം, അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു.